നല്ല ബ്ലാക്ക് മസിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പാസ്ത ഡിഷാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു പാനിൽ ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചൂടാക്കി അതിനകത്തോട്ട് ഒരു 10 അല്ലി ചുമന്നുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ആ ബട്ടറിലും ഓയിലിലും ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബട്ടറും ഗാർലിക്കും ഷാലറ്റ്സും ഉള്ളൂ. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കണം. റെഡ് ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഞാൻ പ്രോൺസ് സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ പ്രോൺസ് സ്റ്റോക്കിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോൺസ് സ്റ്റോക്ക് നല്ലതായിട്ട് നമുക്ക് ആ മസിൽസ് കവർ ചെയ്ത് കിടക്കുന്ന വിധത്തിലുള്ള സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ദേ കറുത്ത മസിൽസ് അതിങ്ങനെ ഷെല്ലോട് കൂടിയ മസിൽസാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തു. അത് എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊട്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ മുഴുവൻ പൊട്ടിയിട്ടില്ല. പതുക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഫുൾ പൊട്ടുന്നവരെ നമുക്കതിനെ വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ദേ നിങ്ങൾക്ക് കാണാം ആ ഷെല്ലൊക്കെ ശരിക്കും പൊട്ടി ആ മസിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ പുറത്തെടുത്തിട്ട് ആ സ്റ്റോക്ക് മാത്രം വേറെ വെച്ചിട്ട് ആ മസിൽസ് എല്ലാം ആ ഷെൽസിനകത്തു നിന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കുക്ക്ഡ് പ്രോൺസും ഞാനിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ പാസ്തയ്ക്കകത്ത്. എന്നിട്ട് നമ്മൾ ആ മസിൽസ് വേവിച്ച ആ സ്റ്റോക്കിൽ തന്നെ അരിച്ചെടുത്തിട്ട് അതിനകത്ത് നമുക്ക് പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പാസ്തയ്ക്കൊക്കെ നല്ല സ്വാദായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് കിട്ടും. അതൊന്ന് പാസ്ത വെന്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരുന്ന മസിൽസ് മീറ്റും പ്രോൺസും കുറച്ച് പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ മസിൽസിൻ്റെ എല്ലാ സത്തും കിട്ടുന്ന ഒരു പാസ്തയാണ്. അപ്പോൾ പറ്റുന്നത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡിന്നറായിരുന്നു ഇന്നലത്തെ. ഭയങ്കര ടേസ്റ്റായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ജോജിയും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.